ശബ്ദത്തെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്. അപ്പൊ ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദം ഉണ്ടാകാൻ കാരണമാകുന്ന എന്താണ്? കമ്പനമാണ്. അപ്പൊ കമ്പനം ഉണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാവുള്ളൂ. എന്താണ് കമ്പനം എന്ന് ചോദിച്ചാൽ ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശബ്ദം അനുഭവപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഒരു ശബ്ദ സ്രോതസ് ഉണ്ടായിരിക്കണം. ആ ശബ്ദ സ്രോതസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ശബ്ദത്തിന് കടന്നു പോകാനായിട്ട് ഒരു മാധ്യമം ഉണ്ടായിരിക്കണം. പിന്നെ അത് ശ്രവിക്കാനായിട്ട് നമുക്കൊരു ശ്രവണേന്ദ്രിയവും ഉണ്ടായിരിക്കണം. ചന്ദ്രനില് ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ലാത്തതിനാലാണ്. അപ്പോൾ വായുവിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയുമല്ലോ. ചന്ദ്രനിൽ വായു ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ശബ്ദം കേൾക്കാത്തത്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാനുള്ള കാരണം ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാത്തതിനാലാണ് ഇവരവിടെ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത്. ഇനി ശബ്ദ വേഗതയെ പറ്റി നോക്കാം. ശബ്ദ വേഗതയ്ക്ക് മാധ്യമം മാറുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്നു. എല്ലാ വസ്തുക്കളിലും ശബ്ദത്തിന്റെ വേഗത ഒരുപോലെ ആയിരിക്കില്ല. ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ശബ്ദത്തിന് നമ്മുടെ വായുവിലുള്ള സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലൂടെയുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇലാസ്തികത കൂടിയ മാധ്യമത്തിൽ കൂടിയുള്ള ശബ്ദത്തിന്റെ സഞ്ചാരം വേഗത്തിലായിരിക്കും കേട്ടോ. ഇലാസ്തികത കൂടിയ ഒരു മാധ്യമത്തിൽ കൂടിയാണെങ്കിൽ ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കും. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത് ഖരവസ്തുക്കളിലാണ്. അപ്പൊ ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഏതിലാണ്? ഖരവസ്തുക്കളിലാണ്. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് വാതകം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഓർഡർ പറയാമല്ലോ. വാതകം കഴിഞ്ഞാൽ കൂടുതൽ വേഗത്തിൽ ദ്രാവകത്തിൽ പോവും. ദ്രാവകത്തിനേക്കാൾ വേഗത്തിൽ ഖരവസ്തുക്കളിൽ ശബ്ദം സഞ്ചരിക്കും. തടിയിലുള്ള ശബ്ദത്തിന്റെ വേഗത 3850 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വായുവിലൂടെയുള്ള ശബ്ദവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ് എന്നിവ. ആർദ്രത എന്താണ്? അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവിനെയാണ് നമ്മൾ ആർദ്രത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മഞ്ഞുകാലത്ത് ആർദ്രത കുറവും വേനൽക്കാലത്തായിരിക്കും ആർദ്രത കൂടുതലായിട്ട് വരുന്നത്. ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയും കൂടുന്നു. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ചും ശബ്ദത്തിന്റെ വേഗം അല്ലെങ്കിൽ പ്രവേഗം കൂടുന്നു. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം